സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ടും ദുരിതം വിതച്ചപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തെ ഇത്തവണ മഴക്കെടുതി കാര്യമായി ബാധിച്ചില്ല. ശനിയാഴ്ച രാവിലെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറിയെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നു. പട്ടർകുളത്തിന് സമീപത്തുനിന്ന് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയതോടെ സമീപത്തെ വ്യാപാരികൾ ആശങ്കയിലായി. തെക്കേ നടപ്പുരയിലെ ചില കടകളിലേക്ക് വെള്ളം കയറിയെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. ഇന്നർ റിംഗ് റോഡിലെ വ്യാപാര ഭവനത്തിനു സമീപം ഉച്ചവരെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി. മുൻവർഷങ്ങളിൽ മഴ പെയ്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു എങ്കിലും ഇത്തവണ അത്തരമൊരു സ്ഥിതി ഉണ്ടായില്ല. അമൃത് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രപരിസരത്ത് പൂർത്തിയാക്കിയ ആധുനിക കാന നിർമ്മാണവും മഴവെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാനുള്ള സംവിധാനവുമാണ് വെള്ളക്കെട്ട് ഗണ്യമായി കുറയാൻ പ്രധാന കാരണമായതെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം മഴയ്ക്കിടയിൽ കൗതുക കാഴ്ചയും അരങ്ങേറി. പട്ടർകുളത്തിൽ നിന്ന് വെള്ളത്തിനൊപ്പം കട്ല, തിലോപ്പിയ ഇനങ്ങളിലെ മത്സ്യങ്ങൾ കരയിലേക്ക് ഒഴുകിയെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭക്തരും വ്യാപാരികളും മത്സ്യങ്ങളെ പിടിക്കാൻ മത്സരിച്ചു. മഴക്കെടുതിക്കിടയിലും ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തിയത്. ശക്തമായ മഴയിലും ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. TCV ഗുരുവായൂർ.